കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത 66 മലപ്പുറം കൂരിയാട് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കിക്കൊണ്ട് പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത്. അതിനുശേഷം സമാന രീതിയിലുള്ള പരാതികളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ, അശാസ്ത്രീയതകൾ, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ പരാതികൾ പരിഗണിക്കാതിരിക്കൽ, ഇങ്ങനെ പല മേഖലയിൽ നിന്ന് വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ തന്നെ അടയാളമാണ് മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിലുള്ള വയഡക്ട് പാലം. എന്നാൽ ഇവിടേക്ക് കടക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഭാഗമുണ്ട്. മല വെട്ടിയാണ് ഈ ഭാഗത്തേക്ക് പാത നിർമ്മിച്ചത്. ആ ഇരുവശങ്ങളും അതീവ ദുർബലാവസ്ഥയിലാണ്. ഇതിപ്പോഴാണോ പറയുന്നത് എന്നല്ല, ഇത് നേരത്തെ തന്നെ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഉന്നയിക്കുന്ന ആശങ്കയാണ്. ബലമില്ലാത്ത മണ്ണ് മഴക്കാലത്ത്, ഇനിയിപ്പോൾ മഴ വരാൻ പോവുകയാണ്, മഴ വന്നു, എപ്പോൾ വേണമെങ്കിലും കുത്തിയൊലിച്ച് താഴേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാരുള്ളത്. കോൺക്രീറ്റ് ഭിത്തിയും വശങ്ങളിലെ കോൺക്രീറ്റ് പേസ്റ്റിംഗും ഒലിച്ചിറങ്ങുന്ന മണ്ണിടിച്ചിലിന് പരിഹാരമാകുമോ എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയുള്ളവർ ഉയർത്തുന്നത്. NH66 ഏറ്റവും മികച്ച നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് വട്ടപ്പാറയിലാണ്. വട്ടപ്പാറ വയഡക്ട്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ വട്ടപ്പാറ വയഡക്റ്റിന് തൊട്ടു മുൻപുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വട്ടപ്പാറയിലേക്ക്, ഈ വയഡക്റ്റിലേക്ക് നിർമ്മിച്ച പുതിയ റോഡിൻ്റെ അരികിലുള്ള അവസ്ഥയാണ് ഇത്. ഒരു മല മുറിച്ച് മലയുടെ ഇടയിലൂടെ തീർത്ത വഴിയാണ്. ആ മലയുടെ രണ്ട് വശങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ടുള്ളത്. ഈ ഒരു മണ്ണിൻ്റെ ഘടന നമുക്ക് കണ്ടാൽ അറിയാം. വളരെ വേഗത്തിൽ ബലമില്ലാതെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു ഘടന. ഇവിടെ ഈ മഴയുടെ ഭാഗമായിട്ട് മണ്ണ് ഒലിച്ചിറങ്ങി അടിഞ്ഞുകൂടിയതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയെല്ലാം കോൺക്രീറ്റ് കൊണ്ട് സുരക്ഷാ ഭിത്തി കെട്ടും, എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുമെന്നൊക്കെയാണ് ഈ ഹൈവേ നിർമ്മിക്കുന്ന അധികൃതരൊക്കെ അതിനെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബലമില്ലാത്ത ഒരു സുരക്ഷയും ഈ ഒരു മണ്ണിൻ്റെ കാര്യത്തിൽ ആരും നൽകാത്ത ഇടത്താണ് ഈ റോഡ് കടന്നു പോകുന്നത് എന്നൊരു വസ്തുതയാണ്. നമ്മൾ നിർമ്മാണത്തിൻ്റെ അപാകതയെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ നാളെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ പ്രദേശവാസികൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ വളാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർ, ഈ പ്രദേശത്തെ കൗൺസിലർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ വലിയൊരു മലയായിരുന്നു ഇത്. നമ്മൾ അക്കേഷ്യ സോഷ്യൽ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. അക്കേഷ്യ കാട് മുഴുവനായിട്ട് നിന്നൊരു നല്ല ഉയർന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ആ മല ഇപ്പോൾ തുറന്നിട്ടാണ് ഇപ്പോൾ ഇതിലൂടെ ഈ വാഹനങ്ങൾ പോകുന്നത്. ഇനി മഴ തുടങ്ങിയാൽ എന്താവും ഇതിൻ്റെ സ്ഥിതി എന്ന് പറയില്ല. പക്ഷേ ഇവർ വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാള് കെട്ടിയതിൻ്റെ സ്ഥിതി നമ്മൾ കൂരിയാട് കണ്ടു. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ആളുകൾ അതുപോലെ വാഹനങ്ങൾ പിന്നെ ഇത് പോകുന്നതൊക്കെ പാറക്കെട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ബലമില്ലാത്ത മണ്ണാണ്. അതെ, ഇതിവിടെ വളരെ ഇതായിട്ടുള്ള മണ്ണാണുള്ളത്. ഈ മണ്ണിൽ എത്രത്തോളം ഇത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു വലിയ മഴ പെയ്താൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് മുഴുവനുണ്ട്. അതുകൊണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ഈ പാച്ചിങ് ഒന്നും ഫലപ്രദമാവില്ല എന്നാണ്. ഇതിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എത്ര ഹൈറ്റിലാണ് ഇത്, എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും നമുക്ക് അവർക്ക് തന്നെ തരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കാരണം പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ പോലും നിങ്ങൾ കണ്ടില്ലേ, അവിടെ മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് വിഷയത്തിൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ ഇതുമൂടി പരിഹരിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെയും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ പ്രദേശത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ ആ ഒരു സാഹചര്യത്തെ വിമർശിക്കുന്നതിലല്ല, മറിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിലാണ് ഇവിടെ ഇടപെടൽ വേണ്ടത്. മാത്രമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണെല്ലാം ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. മണ്ണിൻ്റെ സ്വഭാവവും അതിൻ്റെ ഘടനയും മഴ പെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഒരുക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുമ്പോൾ അത് കൂരിയാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അധികൃതർ കാണേണ്ടതാണ്, തള്ളിക്കളയാൻ പാടുകയുമില്ല. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അനുമോദാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയപാത ഇടിഞ്ഞു വീണ മലപ്പുറം കൂരിയാട്ട് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഇനിയുള്ള നടപടികൾ. അതേസമയം രാവിലെ കോഹിനൂരിലെ ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. CB അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരുപക്ഷെ നമ്മൾ തന്നെ അഭിമാനമായി പറയുകയും പക്ഷേ ഇപ്പോൾ അവിടെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്
തൊട്ടു മുൻപ് അനുമോദ് സംസാരിച്ചത്. കൂരിയാടും സമാനമായ രീതിയിൽ ആശങ്കയൊക്കെ ഉയർത്തിയിരുന്നു ആളുകൾ. പക്ഷേ അത് ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇനിയിപ്പോൾ വേണ്ടത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അപകടമില്ലാതിരിക്കാൻ എന്തൊക്കെ വേണം എന്ന ഒരു ഉറച്ച തീരുമാനവും കൃത്യമായൊരു പ്ലാനിങ്ങുമാണ് വേണ്ടത്. ആ നിലയിലേക്ക് എങ്ങനെയാണ് ഈ അപകടത്തിന് ശേഷം കാര്യങ്ങൾ പോകുന്നത്, ഈ രാഷ്ട്രീയ പ്രതിഷേധത്തിനൊക്കെ അപ്പുറത്ത്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മഴ വരുമ്പോഴാണ് നമ്മുടെ ഈ റോഡുകൾ നിർമ്മിച്ചതിലെ അശാസ്ത്രീയതയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലാണോ അല്ലെങ്കിൽ ഈ മഴയെ ചെറുക്കുന്ന രീതിയിലാണോ ഇതിന് നിർമ്മാണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നത്. ഇതിനു മുമ്പ് ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം കനത്ത മഴ പെയ്തിട്ടില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്യുമ്പോഴുള്ള സാഹചര്യം അത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ മാത്രമാണ് ശരിക്കും എത്രമാത്രം ബലം ഈ ഒരു മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ ഉയരുന്ന ആശങ്ക. നമ്മൾ നേരത്തെ വട്ടപ്പാറയെ കണ്ടത്, അവിടെ അക്വേഷ്യ കാടുകൾ നിന്നിരുന്ന ഒരു മല തുരന്നാണ് അല്ലെങ്കിൽ വെട്ടിമുറിച്ചാണ് അവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ മണ്ണിന്റെ ഘടന എന്ന് വെച്ചാൽ അത് ലാറ്ററൈറ്റ് കലർന്ന ഉപരിമണ്ണ് മാത്രമാണ്. അതായത് മണ്ണിന് യാതൊരു ബലവും ഇല്ലാത്ത, വെറുതെ വെള്ളം വീണാൽ തന്നെ അത് അലിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ കുഴമ്പൊരു പരുവത്തിലാവുന്ന തരത്തിലുള്ള മണ്ണാണ് ആ മേഖലയിലുള്ളത്. അപ്പോൾ ഓരോ പ്രദേശത്തിനും ഓരോ തരത്തിലുള്ള സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ കൂരിയാടിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിലുള്ളവർക്ക് ആശങ്ക ഉന്നയിക്കുന്നത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇനി എന്താകുമെന്ന ചോദ്യത്തിലാണ്. ഇന്നിപ്പോൾ വിദഗ്ധ സംഘം 2 പേരാണ് ഈ മേഖല സന്ദർശിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ ഈ പ്രദേശം സന്ദർശിച്ച് ഈ അപകടത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ഇനി ഈ മേഖലയിൽ എന്ത് ചെയ്യണം. ഒരു 1/2 കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായിട്ടും ഈ ഇത് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ അത് പുനർനിർമ്മിക്കുന്നതിന് പരം അത് മാത്രമാണോ, അതോ ശാസ്ത്രീയമായിട്ട് ഈ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം എങ്ങനെ കാണുമെന്ന് കൂടി അവർ നിർദ്ദേശിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ഒരു നിർമ്മാണം പൂർണ്ണമായിട്ടും അശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് ഇന്നലെ കളക്ടർ പറഞ്ഞിരുന്നു. അതല്ലാതെ മറ്റു വഴികളില്ല. കാരണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ എത്ര വേഗത്തിൽ ഇത് തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും പണി ഈ നിശ്ചയിച്ച സമയത്തിനകം പണി തീർക്കുവാനുള്ള ഒരു ഓട്ടത്തിൽ പലതും ഈ നിർമ്മാണങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇത് സുരക്ഷിതമായിട്ട് എപ്പോൾ തീർക്കും എന്ന കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടിയാണ് ഇന്ന് പ്രതിപക്ഷവും അല്ലെങ്കിൽ UDF ഒക്കെ കാത്തിരിക്കുന്നത്. നിലവിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞത് അവരെന്ത് പറയുമെന്ന് നോക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാം എന്ന തരത്തിലാണ്. അപ്പോൾ ഇന്നത്തെ സന്ദർശനം, വിദഗ്ധ സമിതിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ ഒരു കൂരിയാടിന്റെ മാത്രമല്ല, ദേശീയപാതയിൽ പലയിടങ്ങളിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, അപകട സാധ്യത ഉള്ള സാഹചര്യത്തിൽ അവർ ഈ ഒരു മേഖലയിൽ എന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴാണ് സന്ദർശിക്കാനുള്ള വിവരം ലഭിച്ചിട്ടില്ല, ഇന്നുണ്ടാകുമെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തായിരിക്കും തുടർ നടപടികൾ ആലോചിക്കുക. അതേസമയം പ്രതിഷേധവും ശക്തമായിട്ട് തന്നെ മേഖലയിൽ ഉയരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലേക്ക്, കോഹിനൂറിന്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് 10 മണിക്ക് പ്രതിഷേധ പ്രകടനം മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം യൂത്ത് ലീഗും കൂരിയാട് പ്രതിഷേധം വിളിച്ചു ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു വശത്ത് ഈ ഒരു അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ ഈ ഒരു തകർന്ന മേഖലയെ എങ്ങനെ വീണ്ടെടുക്കാമെന്ന കാര്യത്തിൽ പരിശോധന നടക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധവും അതേപോലെ തന്നെ ഉയരുന്നുണ്ട്. ശ്രീജ, അനുമോദ്, എത്രയും പെട്ടെന്ന് ഈ റീച്ചിൽ പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനൊക്കെ ആയിരുന്നു ആലോചിച്ചിരുന്നത്. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ആ ഭാഗത്തെ ഗതാഗതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വഴിമാറ്റി വിടുന്നുണ്ട്, ഇനിയും തുടരേണ്ടി വരും. മറ്റ് ഭാഗങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ ഇങ്ങനെ ആശങ്കയും ഈ പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതുകൂടി പരിഗണിക്കാൻ ഈ ഒരു പരിശോധനയുടെ ഭാഗമായി ഇവർ തയ്യാറാവുമോ? അത് നമ്മൾ ഇന്നലെ ഈ ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ചോദിച്ചിരുന്നു. അവരുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ഈ ഒരു കൂരിയാട് വിഷയം മാത്രമാണ്. അതിനപ്പുറം ഒരുപക്ഷെ തലപ്പാറ കൂടി സന്ദർശിച്ചേക്കാം, അത് ഉറപ്പില്ല. അവരെ സംബന്ധിച്ച് ഈ കൂരിയാട് ഉണ്ടായ ഈ അപകടം അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക മാത്രമാണ് നിലവിൽ അവർക്ക് മുൻപിലുള്ള ഒരു ചുമതല നൽകിയിട്ടുള്ളത്. മറ്റ് പലയിടങ്ങളിലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പൂർണ്ണമായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാക്കാനും കഴിയുന്നതെന്നും അപ്പോൾ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയുകയെന്നുമാണ് ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയുടെ ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു മേഖലയിൽ ഒരു റോഡ് ഉണ്ടാക്കിയാൽ അതിൻ്റെ വശങ്ങളിൽ ഏതെല്ലാം വഴി ഉറവ പൊട്ടുമെന്ന് സ്വാഭാവികമായിട്ടും മഴ വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന. പക്ഷേ മഴ വരുമ്പോൾ ഉറവ വരുമെന്നും ഒരു പ്രദേശത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നും അത് മനസ്സിലാക്കിയ വെള്ളം ഒഴുകിപ്പോകാനുള്ള
മാർഗം തീർക്കണമെന്നും അത് നേരത്തെ കൂട്ടി നിശ്ചയിച്ച് അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ ഒരു സംഭവമാണ് ഇവിടെ ചെയ്യേണ്ടത്. പലയിടത്തും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ല എന്നൊരു പരാതികളാണ് ഉയരുന്നത്. അതൊക്കെ ഇനി മഴ വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, മഴ ശക്തമായി കഴിഞ്ഞാൽ ദേശീയപാതയിലെ പുതിയ പാതകളിൽ എവിടെയെല്ലാം സർവീസ് റോഡുകൾ വെള്ളക്കെട്ടുകളാകുമെന്നാണ് കണ്ടറിയുന്നത്. പലയിടത്തും ഉയരങ്ങളിലൂടെയാണ് റോഡുകൾ കടന്നു പോകുന്നത്. ഹൈവേ താഴത്തും സർവീസ് റോഡ് ഉയരത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈവേയിലേക്കായിരിക്കും വെള്ളം വീഴുക. ചിലയിടത്ത് സർവീസ് റോഡ് താഴെയും ഹൈവേ ഉയരത്തിലുമാണ്, കുരിയാട് പോലെ. സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി വരുന്നത് സർവീസ് റോഡിലേക്കായിരിക്കും. അപ്പോൾ ഇത് മഴ പെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു എത്രമാത്രം സാഹചര്യങ്ങൾ വഷളായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഈ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കുരിയാട് മാത്രമായിരിക്കും വിദഗ്ധ സംഘം സന്ദർശിക്കുക. പക്ഷേ മറ്റ് പലയിടങ്ങളിലും ഉയരുന്ന പരാതികൾ ഇതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം ചേരുന്ന യോഗത്തിൽ അത് ജനപ്രതിനിധികൾ ഉന്നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ പരിഗണിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം നമുക്ക് കേരളത്തിലെ ഈ ഒരു വളരെ വേഗത്തിൽ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വളരെ അഭിമാനത്തോടെയാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ വളാഞ്ചേരിയിലെയും അതേപോലെ തന്നെ വയഡക്ട് മേൽപ്പാലവും കുറ്റിപ്പുറം പാലവും ഒക്കെ നമ്മൾ ആ തരത്തിൽ തന്നെയാണ് അഭിമാനത്തോടെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ടും ചെയ്തിരുന്നത്. പക്ഷേ ഇത് ഇത്രയും വേഗത്തിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു കരുതൽ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കുരിയാട്ടെ അപകടം ഉയർത്തുന്നത്. എന്താണെങ്കിലും വിദഗ്ധ സമിതിയുടെ സന്ദർശനം, അതിനെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ, അതിന് നമുക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കുരിയാട്ടിന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തും. ഒരു വശത്ത് രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ശാസ്ത്രീയമായി തന്നെ ഈ ഭാഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായിരിക്കും വിദഗ്ധ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കുരിയാട് മാത്രമല്ല പല മേഖലകളിലും മഴ ശക്തമാവുന്നതോടെ സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. 24-ാം തീയതി വരെ കനത്ത മഴ ലഭിക്കുമെന്നും 24-ന് മൺസൂൺ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി, ഒപ്പം KV ബൈജുവും MS അനീഷ് കുമാറും കൂടി ചേരുന്നുണ്ട്. ആദ്യം ഷംനയിലേക്ക്. ഷംന, ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മെയ് അവസാന വാരം തന്നെ, പ്രത്യേകിച്ച് 24-നൊക്കെ കാലവർഷം എത്തുന്നത്. ഈ അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്, വേനൽ മഴ. ഈ കാലവർഷത്തെക്കുറിച്ച് പ്രവചനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ആദ്യമായാണ് മൺസൂൺ മഴക്കാലം ഇത്ര നേരത്തെ എത്തുന്നത്. മെയ് 24-ന് തന്നെ ഇത്തവണ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുവരെ 24-ാം തീയതി വരെ കനത്ത മഴയായിരിക്കും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ്. ഇന്നലെ ഈ ജില്ലകൾക്കൊക്കെ ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 24-ാം തീയതി വരെ വടക്കൻ കേരളത്തിൽ എന്തായാലും അതിശക്തമായ മഴയുണ്ടാകും. ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ഒരു പുതിയ ന്യൂനമർദ്ദമാണ് ഈ മഴ ഇങ്ങനെ കനക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ ഇനി 24-ന് മഴ എത്തിയാലും സാധാരണ മഴക്കാലത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. അതിന് കാരണം ഈ അറബിക്കടലിലും ഒപ്പം ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി തന്നെ മഴക്കാലത്തിന് പുറമെ ഈ ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന ഒരു മഴ കൂടി ഉണ്ടാകും. അങ്ങനെ ഇത്തവണ കൂടുതൽ മഴ ലഭിക്കും, നേരത്തെ മഴ ഉണ്ടാകും എന്നൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും നാളെ മഴ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. നേരിയ മഴയായിരിക്കും ഉണ്ടാവുക. റെഡ് അലേർട്ടോ നിലവിൽ ഓറഞ്ച് അലേർട്ടോ ഒന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ നേരിയ മഴയെ ഉണ്ടാകൂ എന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ വീണ്ടും 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതിയോടുകൂടി വീണ്ടും സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ടാകും. അത് ശക്തമായി തന്നെ മഴയുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് കാരണം ഈ രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ന്യൂനമർദ്ദം അത് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മഴ വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. എന്തായാലും 24-ാം തീയതിയോടുകൂടി വീണ്ടും മഴക്കാലം എത്തും. അങ്ങനെ ഇനി ഒരു മഴക്കാലമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ വരും എന്ന മുന്നറിയിപ്പുണ്ട്. KV ബൈജുവും MS അനീഷ് കുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്നിപ്പോ കനത്ത മഴ
പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എന്നാണ് പറയുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് നിലവിലെ സ്ഥിതി എന്താണ് ബൈജു? ശ്രീജ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇരുണ്ട് കൂടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഏറ്റവും പ്രധാനം ദേശീയപാതയിൽ പലയിടങ്ങളിലും അപകട സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതായത് കണ്ടിജൻസി പ്ലാൻ തയ്യാറാക്കാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും 3 ഇടങ്ങളിലാണ് അപകട സാധ്യതയുള്ളത്. അതായത് മട്ട്ലായി, നമുക്കറിയാം മട്ട്ലായി കുന്നിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു. ആ പ്രദേശം, ഒപ്പം വീരമലക്കുന്ന്, മറ്റൊരു സ്ഥലം ചെങ്കളയാണ്. ഈ 3 സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ദേശീയപാത നിർമ്മാണവുമായി നടക്കുന്ന പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഏതായാലും നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും ഇന്നലെ കല്യാൺ റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അത് ആ പ്രദേശത്ത് ഇപ്പോഴും വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. റോഡ് നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിലയിരുത്താൻ. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആരെയും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ ഉണ്ടാകും. തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്രീജ, ശരി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത്. കോഴിക്കോട് നിന്ന് അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? മലയോര മേഖലകളിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് തീരപ്രദേശത്തും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴ തുടരുകയാണോ? കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കനത്ത രീതിയിൽ മഴ പെയ്തെങ്കിലും ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് അർദ്ധരാത്രി മുതൽ കാര്യമായ മഴ ജില്ലയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നും പെയ്തിട്ടില്ല. പ്രത്യേകിച്ചും നഗര കേന്ദ്രങ്ങളിൽ നിന്നും പൂർണ്ണമായും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ ഇടവിട്ട മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ പെയ്ത രീതിയിലുള്ള അതിതീവ്ര മഴ ഇപ്പോൾ ഒരു തീവ്രമാണ് ലഭിക്കുന്നത്. ഒപ്പം തീരപ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിലും വലിയ മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. എന്തായാലും രാവിലത്തെ ഈ തോർന്നു നിൽക്കുന്ന അന്തരീക്ഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉച്ചതോടെ വീണ്ടും മഴ ഉണ്ടായേക്കാമെന്ന ഒരു പ്രവചനങ്ങൾ തന്നെയാണുള്ളത്. ഇന്നലെ കനത്ത മഴ പെയ്തപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി വീടുകളിലും മറ്റും വെള്ളം കയറി. ഈ ഇടിമിന്നലിൽ ചെറിയ നാശനഷ്ടങ്ങൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുക്കം, കൂടരഞ്ഞി, താമരശ്ശേരി പോലുള്ള ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തിയിരിക്കുകയാണ്. വലിയ നാശനഷ്ടം ഈ മഴയിൽ ഉണ്ടായില്ല എന്നതാണ് ഇതുവരെയുള്ള ആശ്വാസം. ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നതും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇടവിട്ട മഴ ചെറിയ രീതിയിൽ പെയ്താൽ വലിയ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ തുടർച്ചയായ അതിതീവ്ര മഴ പെയ്യുമ്പോഴാണ് പലപ്പോഴും മലയോര മേഖലകളടക്കം ഒരു ഭീതിയുടെ മേഖലയിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ കാര്യമായ മഴ ജില്ലയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അത് ആശ്വാസകരമാണെങ്കിൽ പോലും നമ്മുടെ ജാഗ്രത തുടരേണ്ടതുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. മലയോര മേഖലയിലും തീരപ്രദേശത്തുള്ളവരുമൊക്കെ പ്രത്യേകിച്ച് മഴയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു കുറഞ്ഞ സമയത്തിനകം വളരെ ശക്തമായ മഴ പെയ്യുക എന്നൊക്കെ പറയുമ്പോഴാണ് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മഴയെ അല്പം ഒരു ജാഗ്രതയോടെ തന്നെ കാണുക. ഇനി 24-ാം തീയതി വരെ ഈ മഴ നീണ്ടു നിൽക്കും. 24-ന് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 24-ാം തീയതി കാലവർഷം എത്തും. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേരത്തെ കാലവർഷം എത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. എന്തായാലും മഴയുണ്ട്, അതിനനുസരിച്ച് സൂക്ഷിച്ചിരിക്കുക. ദളിത് യുവതിയെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്റിനെയും സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കസ്റ്റഡി നിയമവിരുദ്ധമായിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പേരൂർക്കട SIയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. VV അരുൺ വിവരങ്ങളുമായി.
അരുൺ, ഈ വിഷയത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കാര്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു ധാരണയിലേക്ക് എന്തായാലും എത്തിക്കഴിഞ്ഞു. ഈ ASIയിൽ ഒതുങ്ങുമോ നടപടി? മറിച്ച് CCTV ദൃശ്യങ്ങൾ അടക്കം എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ പോലും ഇത്ര ക്രൂരതയോടെ പെരുമാറുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് കൂടി വന്ന ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് നടപടി പോകുമോ? ശ്രീജ, ജനകീയ പോലീസ് എന്നും ജനമൈത്രി എന്ന ജനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ ഒരു സംവിധാനം കൊണ്ടുവന്ന പോലീസ് സേനയൊക്കെയാണ് കേരളം. പക്ഷേ തികച്ചും പ്രാകൃതമായ നടപടികളാണ് ഈ പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. ഒരു യുവതിക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ പരാതി വന്നാൽ ആ പരാതി ശരിയാണോ, അതിൽ വസ്തുതയുണ്ടോ എന്ന പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു യുവതിയെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവരെ സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിക്കുന്നു. പീഡനം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മാനസിക പീഡനം തന്നെയാണ് സംഭവിച്ചത്. അവരെ പോലീസ് ഇവിടെ വരാൻ പറയുമ്പോൾ അവർ ഒളിച്ചോടിയല്ല പോയത്. അവർ കൃത്യമായി പോലീസ് പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ വന്ന സ്ത്രീയെ ഒരു കുറ്റവാളി എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത്, പേരുക്കട പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവരെ കുടിവെള്ളം പോലും കൊടുത്തില്ല എന്ന പരാതിയുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ അവരെ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശുചിമുറിയിലേക്ക് പോയി വെള്ളം കുടിക്കാൻ അവരോട് പറഞ്ഞു എന്നാണ് അവരുടെ പരാതി. അതിൽ അല്പം കൂടി വ്യക്തത വേണമെന്ന് പോലീസ് പറയുന്നു. അതെന്തു തന്നെയായാലും മറ്റു കാര്യങ്ങളിൽ ഒരു സ്ത്രീയാണ്, സ്ത്രീയെ കസ്റ്റഡി എടുക്കുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വന്നാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. നിയമം കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതൊന്നുമില്ലാതെ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ വയ്ക്കുക, അവരെ ആ രീതിയിൽ കുറ്റവാളി എന്ന മുദ്ര കുത്തുക, ഒടുവിൽ എന്താണോ അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം അത് ശരിയല്ലെന്ന് തെളിയുമ്പോൾ ഇനി ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇറക്കി വിടുക. അങ്ങനെ ഒരു തികച്ചും പ്രാകൃതമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ പേരൂർക്കട പോലീസ് സ്വീകരിച്ചത്. അത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് പേരൂർക്കട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറാണ് ഈ കേസ് അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലും പോലീസിന്റെ ഭാഗത്തുള്ള ഉണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞുള്ള റിപ്പോർട്ടാണ് സ്റ്റുവർട്ട് കീലർ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി തന്നെ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്. ASI പ്രസന്നനെയും മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിന് ഉത്തരവ് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കും. CCTV ദൃശ്യങ്ങളുടെ തുടർ പരിശോധന ആവശ്യമാണ്. 6 ഉദ്യോഗസ്ഥർക്കെതിരെ, 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം 6 പേർക്കെതിരെയാണ് ഈ സ്ത്രീയുടെ പരാതിയുള്ളത്. പരാതിയിലെ മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരമാണെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു പോകാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം വലിയ നാണക്കേടായി മാറിയ ഒരു സംഭവം, പോലീസ് സേനയ്ക്കാകെ നാണക്കേടാകിയ, കേരള സമൂഹത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുകയാണ്. അതുകൊണ്ടാണ് കർശനമായ നടപടികളിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അന്വേഷണവും ഒക്കെ ഇപ്പോൾ നടക്കുന്നത്. ഈ കൂടുതൽ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും. ഇന്ന് അതിന്റെ ഉത്തരവുകൾ പുറത്തിറങ്ങാനാണ് സാധ്യത. ശരി അരുൺ, പേരൂർക്കടയിൽ നടന്നത് തീർത്തും മനുഷ്യത്വരഹിതമായ കാര്യമാണ് എന്നതിൽ സംശയമില്ല. ഇനി അതിനെ ഒരു ആത്മവിമർശനപരമായി ആഭ്യന്തര വകുപ്പ് എടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള നടപടിയാകും വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നത്തെ ദിവസത്തിന്റെ പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കേട്ടുപരിചയമില്ലാത്തതാണ് ഇങ്ങനെ ഒരു നയതന്ത്ര ദൌത്യം. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം ജപ്പാനിലാണ് പോകുന്നത്. UAE-യിലേക്കാണ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത്. 3 സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളൊക്കെ സന്ദർശനം നടത്തുന്നത് മുൻപും പതിവാണെങ്കിലും ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാം. കാരണം നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നും വിശദീകരിക്കാനുള്ള ഒരു വലിയ നയതന്ത്ര ദൗത്യം തന്നെയാണ്, ഒരു നെറ്റ്വർക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. ഇന്ന് പുറപ്പെടുന്ന 2 സംഘങ്ങളുടെ യാത്രാ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. മറ്റൊരു നയതന്ത്ര നീക്കത്തിന് ഇന്ത്യ ഏതായാലും ഈ ഘട്ടത്തിൽ തുടക്കമിടുകയാണ്. കാരണം ഇന്ന് 2 സംഘങ്ങളാണ് യാത്ര തിരിക്കുന്നത്. അതിലൊന്ന് സഞ്ജയ് ഝാ, JDU നേതാവാണ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം. മറ്റൊന്ന് ശിവസേന നേതാവ്
ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം, ഈ രണ്ട് സംഘങ്ങളാണ് ഇന്ന് യാത്ര പുറപ്പെടുക. ആദ്യം ഏതായാലും ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം പോകുന്നത് UAE-യിലേക്കാണ്. ഒപ്പം തന്നെ ലൈബീരിയ, കോങ്കോ, സൈറ ലിയോൺ തുടങ്ങിയ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കും. സഞ്ജയ് നയിക്കുന്ന സംഘം പോകുന്നത് ജപ്പാനിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഇവർ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ ഏതായാലും വിദേശകാര്യ സെക്രട്ടറി 3 സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ 2 സംഘങ്ങൾക്ക് പുറമെ നാളെ പുറപ്പെടുന്ന കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം പല തെളിവുകളും പലപ്പോഴായി പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അക്കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും വിദേശകാര്യമന്ത്രി ഈ സംഘാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച സാഹചര്യം, വെടിനിർത്തൽ കരാർ എങ്ങനെ നിലവിൽ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. കാരണം US അടക്കം അവകാശപ്പെട്ടിരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് അതിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, 2 രാജ്യങ്ങൾ തമ്മിൽ നടന്ന ചർച്ചയാണ്. അതിൽ തന്നെ പാകിസ്ഥാനാണ്, പാക് DGMA ആണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന കാര്യം പറഞ്ഞു. കൂടാതെ ഇൻഡസ് വാലി ട്രീറ്റി, സിന്ധു നദീജല കരാർ എന്തുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യ ആ നിലപാടിലേക്ക് കടന്നു എന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അത് കേവലം വൈകാരിക തലത്തിലുണ്ടായതല്ല, മറിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്തുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു എന്ന കാര്യങ്ങൾ കൂടി അറിയിക്കാൻ കൂടി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പട്ടിക നോക്കിയാൽ തന്നെ നമുക്കറിയാം, പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് പുറമെ ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ പേരുകൾ നമുക്ക് ഈ പട്ടികയിൽ കാണാം. അതിന് കൃത്യമായ നീക്കമുണ്ട്, ലക്ഷ്യമുണ്ട്. കാരണം ഇതിൽ പല രാജ്യങ്ങളും അടുത്ത വർഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളാകും. കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളും ഒപ്പം തന്നെ 10 പേരുടെ 10 പേർക്ക് 2 വർഷത്തേക്ക് കാലാവധി ഉൾപ്പെടെ അങ്ങനെ 10 രാജ്യങ്ങളെ അധികമായി ഉൾപ്പെടുത്താറുണ്ട്. നിലവിൽ 2005 ജനുവരി 1 മുതൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമാണ് 2 വർഷത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ രാജ്യങ്ങൾ ഈ വർഷം വരാനിരിക്കുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആ രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. കാരണം ലാത്വിയ ആകട്ടെ, കോങ്കോ, ബഹ്റിൻ, ലൈബീരിയ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ 2026 ജനുവരി 1 മുതൽ ഇത്തരത്തിൽ UNSCയുടെ ഭാഗമാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നയതന്ത്ര നീക്കത്തിലേക്ക് കൂടി ഇന്ത്യ കടക്കുകയാണ്. ഏതായാലും 2 സംഘങ്ങൾ ഇന്ന് യാത്ര പുറപ്പെടും. ശശി തരൂരും ഒപ്പം തന്നെ രവിശങ്കർ പ്രസാദും ബൈജയന്ത് പാണ്ഡെയും ഒക്കെ തന്നെ നയിക്കുന്ന സംഘം അതിനുശേഷം പുറപ്പെടും. അവരുമായുള്ള കൂടിക്കാഴ്ച, വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച ഇന്നോ നാളെയോ ഉണ്ടാവുകയും ചെയ്യും. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ലോകരാജ്യങ്ങളെ, നമുക്കൊപ്പം സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയതന്ത്ര ദൗത്യം ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ തലത്തിൽ അളക്കപ്പെടേണ്ടവരല്ല എന്ന സന്ദേശം നൽകുകയാണ് ഈ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഇപ്പോൾ ഒരേ ഗണത്തിലാണ് പെടുത്തുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യവും വൈവിധ്യവും ഉയർത്തിപ്പിടിക്കുക കൂടിയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യ മുൻകാലങ്ങളിലും ഇതുപോലെ പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. മോദി സർക്കാർ ഇത്രകാലം ഈ സമീപനം സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത് അപൂർവ വിഷയമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ജോൺ ബ്രിട്ടാസ് Q18-ൽ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് അടക്കം സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ഇന്ന് ജപ്പാനിലേക്ക് പുറപ്പെടും. ഇപ്പോൾ ഈ സന്ദർശനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ആ വിഷയം ഞങ്ങൾ ലോക സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നു. ഇതാണോ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം? ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഇതൊരു പബ്ലിക് ഔട്ട്റീച്ച് ഡിപ്ലോമസിയാണ്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഇന്ത്യയിൽ പണ്ടും നടന്നിട്ടുള്ളതാണ്. 2008 മുംബൈയിലെ തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതുപോലുള്ള പ്രതിനിധി സംഘത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വലിയൊരു സംഘത്തെയും കൊണ്ട് ജനീവയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പുരികം മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇതുപോലുള്ളൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെയൊരു എന്താ പറയുക സർവകക്ഷി പ്രതിനിധി സംഘത്തെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെയൊക്കെ നെറ്റിച്ചുളിഞ്ഞു. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിവിധ വിദേശ രാഷ്ട്രങ്ങൾ എടുക്കുക. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർ തുടർച്ചയായിട്ട് ബൈപാർട്ടിസൺ എന്ന് വെച്ചാൽ വിവിധ കക്ഷികളെ, അവിടെ 2 പാർട്ടികളാണ്, ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. ആ 2 പാർട്ടികളിൽ പ്രതികൾ ഉൾപ്പെടുന്ന കോൺഗ്രഷണൽ ടീംസിനെ
ഓരോ വർഷത്തിൽ മിക്കവാറും അയച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക്. ഇങ്ങനെയൊരു ഡിപ്ലോമസി എപ്പോഴും എല്ലാ രാജ്യങ്ങളും അവലംബിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഒരു തരത്തിൽ അളക്കപ്പെടേണ്ടതല്ല എന്നുള്ള സന്ദേശം തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിനിധി സംഘത്തിന്റെ ഘടനയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആരോപണം ശക്തമാക്കി BJP. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനിൽ പോസ്റ്റർ ബോയ്സ് ആയെന്ന് BJP MP സാംബിത് പത്ര. രാഹുലിന്റെ ചിത്രം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ചിത്രവുമായി ചേർത്ത് കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, പോര് കൂടിക്കൂടി ഒരു കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ പോസ്റ്റർ ബോയ്സ് എന്നാണ് ഖർഗെയും രാഹുലിനെയും സംബിത് പത്ര വിശേഷിപ്പിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളൊക്കെ? ശ്രീജ, ഈ സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള പോരൊരു അതിരൂക്ഷമായി തുടരുന്നത്. കാരണം നേതാക്കൾക്കെതിരെ പോസ്റ്റർ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ BJPയുടെ IT സെൽ മേധാവി അമിത് മാളവി ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു വിവാദത്തിന് വീണ്ടും തുടക്കം കുറിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത്തരത്തിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില രീതിയിലുള്ള വിവാദങ്ങൾക്ക് നേരത്തെ തുടക്കം കുറിച്ചിരുന്നു. അത് പിന്നീട് കോൺഗ്രസിന്റെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ നിന്ന് അത് പിന്നീട് പിൻവലിക്കുകയും കോൺഗ്രസ് കൃത്യമായി അതിനുള്ള ഈ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രചരണങ്ങളോ പാടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾക്കും ഒപ്പം തന്നെ അണികൾക്കും വിശദീകരിച്ച് നൽകുന്നതിന് വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇരു പാർട്ടികളും തമ്മിൽ BJPയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞപ്പോൾ പോര് രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിന്റെ പാതിമുഖവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാതിമുഖവും ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അമിത് മാളവിയാണ് ഇത്തരത്തിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ചിത്രം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മുതുകിൽ കയറി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന രീതിയിലുള്ള ചിത്രവും അതിൽ നിലവിൽ എത്ര ഇന്ത്യയുടെ വിമാനങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ഇത്തരത്തിൽ അമിത് മാളവിയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈകിട്ടോടുകൂടി അതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കൂടാതെ S ജയശങ്കറിനെ ജയിച്ചെന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഹാൻഡിലുകളിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതിനെതിരെ പ്രചരണം ശക്തമാക്കുകയും ചെയ്ത് അങ്ങനെ ഇരു നേതാക്കളുടെ അല്ലെങ്കിൽ ഇരു പാർട്ടി വിഭാഗങ്ങളും തമ്മിൽ ഒരു ചേരിതിരിഞ്ഞൊരു അറ്റാക്ക് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും ഔദ്യോഗികമായി ഈ സംഭവത്തിൽ BJP കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയപ്പോൾ അന്ന് CWC യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു ഇത്തരത്തിലുള്ള പ്രതികരണം പാടില്ല എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസം IT സെൽ മേധാവി BJPയുടെ IT സെൽ മേധാവി ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ കേന്ദ്ര നേതൃത്വം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും കേന്ദ്ര നേതാക്കളുടെയൊക്കെ അറിവോടുകൂടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ഉള്ള ഒരു വാദങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടത്തുന്നതിനുള്ള പ്രചരണം ശക്തമാക്കി BJP മുന്നോട്ട് പോകുന്നു. അതേസമയം ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നതെന്നുള്ള രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ശ്രീജ, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
ഇന്നസെന്റ് പ്രതിയായ വിജിലൻസ് കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ഗാഡ്ജറ്റുകളിൽ നിന്നും നിർണായക വിവരങ്ങൾ പ്രതീക്ഷിച്ച അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം കൈപ്പറ്റിയ ഉപകരണങ്ങൾ സൈബർ സെല്ലിന് കൈമാറി. ഇതിന്റെ പരിശോധനയിൽ കേസിലെ ഒന്നാം പ്രതി ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും നാളെ വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം. ഇവരാരെയൊക്കെ ലക്ഷ്യമിട്ടു, എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിയിരുന്നത്, അത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനയിൽ കിട്ടുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, വിജിലൻസിന്റെ ഒരു പ്രതീക്ഷ അതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ഇതിൽ ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥൻ ഈ ശേഖർ കുമാറിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അതിനുവേണ്ടി കുറെ കൂടി തെളിവുകളുടെ ഒരു അഭാവം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ നിലനിൽക്കുന്ന, കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അടക്കമുള്ള തെളിവുകൾ ഇക്കാര്യങ്ങളിൽ വേണം. എങ്കിൽ മാത്രമേ അതുമായി അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി ഇഡിയെ കൃത്യമായ രേഖാമൂലം തന്നെ അറിയിക്കുന്നതിനെല്ലാം തന്നെ ഇത്തരം തെളിവുകളും ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലുള്ള 3 പ്രതികളുടെയും മൊബൈൽ ഫോണുകളും അവരുടെ ഓഫീസുകൾ പരിശോധിച്ച് ലഭിച്ച വിവരങ്ങൾ, അത്തരം ഡാറ്റകളും ഇതെല്ലാം തന്നെയും കണ്ടെടുത്തു എങ്കിൽ കൂടി അതിൻ്റെ ഒരു വിശദമായ പരിശോധനയിലേക്ക് വേണം. കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ പക്കൽ നിന്ന് ഇത് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൽ പല വിവരങ്ങളും അതിൽ നിന്ന് മായ്ക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അപ്പോൾ അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് സൈബർ സെല്ലിൻ്റെ അടക്കമുള്ളൊരു സഹായം തേടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഉള്ള ഒരു സാങ്കേതിക പരിജ്ഞാനത്തോടുകൂടി ഇതെല്ലാം വീണ്ടെടുക്കാൻ കഴിയും. ഇത് നിർണായക വിവരമായി മാറുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നാളെ വരെയാണ് അവരെ ചോദ്യം ചെയ്യാനുള്ളൊരു കാലാവധി എന്ന് പറയുന്നത്. കസ്റ്റഡി അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നാളെ കോടതിയിൽ ഇവരെ വീണ്ടും ഹാജരാക്കുമ്പോൾ വിവരങ്ങൾ പുതുതായി സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ കുറെ കൂടി ആ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന് നൽകുകയും വേണം. അതാണ് ഈ പരിശോധന ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നത്. ഈ ഡിജിറ്റൽ വസ്തുക്കളുടെ അടക്കം പരിശോധന നടക്കുന്നത്. ആ വിവരങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ശേഖർ കുമാറിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നത് ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് വിജിലൻസിനുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, മറ്റു ചില വിവരങ്ങൾ കൂടി വേണം. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമമാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരം പരിശോധനകൾ തുടരുകയാണ്. നാളെ കോടതിയിൽ ഇവരുടെ ഒരു കസ്റ്റഡി സംബന്ധിയായ കാര്യങ്ങൾ സംബന്ധിച്ച ചോദ്യം ചെയ്യുന്നതിനുള്ള വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. മാത്രവുമല്ല, ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനെല്ലാം തന്നെ വിജിലൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായിട്ട് ഇവരെ ഇന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. ശരി ഡാനി, മറ്റൊരു പ്രധാന വാർത്തയുടെ വിവരങ്ങൾ കൂടി ഡാനിയിൽ നിന്ന് തേടേണ്ടതുണ്ട്. അത് എറണാകുളം മൂഴിക്കുളത്ത് ഇന്നലെ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിലെ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. സന്ധ്യയെ 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. കാക്കനാട് വനിതാ ജയിലിലേക്ക് ഇവരെ മാറ്റി. വരും ദിവസങ്ങളിൽ സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിനെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ഡാനി പോൾ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേർന്നു. ഡാനി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നറിയേണ്ടത് സന്ധ്യയുടെ മാനസിക നിലയെ സംബന്ധിച്ചാണ്. അവർ മുൻപ് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് നേരെ ഉണ്ടായ നിലപാടുകൾ എങ്ങനെയായിരുന്നു? അവരോടുള്ള ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്താ ഈ കുഞ്ഞുങ്ങളെ മുൻപും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പ്രത്യേകം കരുതിയില്ല? അങ്ങനെ പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കുടുംബത്തെ കൂടി, പ്രത്യേകിച്ച് ഭർത്താവിനെ കൂടി ചോദ്യം ചെയ്യുകയും വേണം. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസം അവരെ റിമാൻഡ് ചെയ്യുമ്പോഴും ഈ കാര്യത്തിലുണ്ടായിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നൊരു വിഷയം, എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഇത്തരമൊരു കൊടും പാതകം ഒരു അമ്മ തന്നെ ചെയ്യാനിടയായ ഒരു സാഹചര്യം, മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുക, അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക്, ആ ഒരു മാനസിക നിലയിലേക്ക് ഇവർ എങ്ങനെ എത്തപ്പെട്ടു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിൽ പരസ്പര വിരുദ്ധമായാണ് 2 വീട്ടുകാരും, സന്ധ്യയുടെ വീട്ടുകാരും ഭർത്താവ് സുഭാഷിന്റെ വീട്ടുകാരും സംസാരിക്കുന്നത്.
ഒരു ഭാഗത്ത് സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് ഭർത്തൃ വീട്ടിൽ നിന്ന് അവർക്ക് ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട്, സന്ധ്യയുടെ മാനസിക നില സംബന്ധിയായ കാര്യങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമായി വന്നത് ഇതെല്ലാം തന്നെ അവർ പാടെ നിഷേധിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, നേരത്തെയും കുട്ടികളെ കൊലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകൻ സുഭാഷിനൊപ്പം തന്നെയാണ്, മകൻ തന്നെ ഇത് പറയുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് ഇതിലൊരു ശാസ്ത്രീയമായ ഒരു വിശകലനം തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ മാനസിക നില സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ളൊരു വൈദ്യ പരിശോധന, സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കൂടിയുള്ളതാണ് എന്ന് തന്നെയാണ്. ഇതിനുശേഷം ഇവരെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും വേണം. അതിനൊരു മാനസിക വിദഗ്ധൻ്റെ അടക്കമുള്ള ഒരു സഹായം, മാനസിക രോഗ വിദഗ്ധനടക്കമുള്ള ഒരു സഹായം തേടുകയും എല്ലാം തന്നെ ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയും ഈ കുടുംബത്തെ, രണ്ട് കുടുംബത്തിലെയും ആളുകളുടെയും ഇന്ന് വിവരങ്ങൾ ശേഖരിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് വാസ്തവമാണ് ഉള്ളത്, ഈ കുട്ടിയെ കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് എത്തപ്പെടാൻ മറ്റേതെങ്കിലും രീതിയിലുള്ള കാരണങ്ങളുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ധ്യ ഇതിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കോൾ രേഖകൾ ഇത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും വ്യക്തമാകാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. കാരണം ഒരമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനു മുൻപും പല ശ്രമങ്ങളും ഉണ്ടായിട്ടുള്ളതായി മകൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നതെല്ലാമാണ്. അപ്പോൾ ഇതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്താണ് കൃത്യമായി സംഭവിച്ചത്? ഇവരുടെ മനോനില തകരാറിലാണോ, അതോ ഇത് വെറുതെ പറയുകയാണോ? അങ്ങനെയല്ല എങ്കിൽ അത് കൂടുതൽ ഗൗരവമാകും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. റൂറൽ എസ് പി അത് പറയുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ ഉണ്ടാകും. ഇവരെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും വേണം. അത്തരം പരിശോധനകൾ നടക്കും. അപ്പോൾ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വരും സമയത്ത് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെയും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കാം എന്നത് പരിഗണിക്കണമെന്നില്ല. സ്വാഭാവികമായ വരും ദിവസങ്ങൾ അത് പരിഗണിക്കപ്പെട്ടേക്കാം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മലപ്പുറം കാളികാവിൽ ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള തെരച്ചിൽ 6ാം ദിവസവും തുടരുകയാണ്. മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, CT എസ്റ്റേറ്റ് എന്നീ ഭാഗങ്ങളിൽ കൂടുതൽ ക്യാമറ സ്ഥാപിക്കും. പറമ്പിക്കുളത്ത് നിന്ന് 30 ക്യാമറ ഇന്നലെ രാത്രി എത്തിച്ചു. 3 ലൈവ് ക്യാമറകൾ വയനാട്ടിൽ നിന്നും എത്തിച്ചിട്ടുണ്ട്. ഇതിനോടകം സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയ മഞ്ഞൾപ്പാറ മേഖലയിൽ അടക്കം വിശദമായ തെരച്ചിൽ നടത്തും. ആലപ്പുഴയിൽ G. സുധാകരനും H. സലാമും തമ്മിലുള്ള പരസ്യ പോര് തുടരുകയാണ്. ഇപ്പോൾ ജില്ലയിലെ CPM നേതൃത്വത്തിന് ഈ പോരിൽ കടുത്ത അസംതൃപ്തിയുണ്ട്. ഇരുവരും നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെയും സർക്കാരിനെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമാവുന്നു എന്ന വിലയിരുത്തലാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായത്. സുധാകരനെതിരെ H. സലാം FB പോസ്റ്റിലൂടെ നടത്തിയ പരാമർശങ്ങൾക്ക് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് G. സുധാകരൻ H. സലാം പോര് അതിന്റെ പാരമ്യത്തിലെത്തിയത്. സ്മാരക പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പഴക്കം ചെന്ന പ്രതിമയും മറ്റ് സംരക്ഷിത വസ്തുക്കളും പൊളിച്ചുമാറ്റിയെന്നായിരുന്നു G. സുധാകരന്റെ വിമർശനം. പല പുതിയ നിർമ്മാണങ്ങളുടെയും ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മത്സ്യകന്യകയുടെ പ്രതിമയടക്കം കലാകാരന്മാരുടെ പ്രശസ്ത നിർമ്മിതികൾ യാതൊരു പരിഗണനയും കൂടാതെ പൊളിച്ചു മാറ്റപ്പെടുന്നുവെന്ന് ലളിതകലാ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ തുറന്നടിച്ചു. തൊടുന്ന നാടിന്റെ ആത്മാവിലാണെന്ന് രാഷ്ട്രീയക്കാരുടെ ബോധം ഉണ്ടാവും. അല്ല ചുമ്മാതെ കെട്ടിടം ഉണ്ടാകും, ഉദ്ഘാടനം ചെയ്ത് പോയി മന്ത്രി ഇങ്ങോട്ട് വന്നു ഉദ്ഘാടിച്ചു. അതെയോ എന്തുവാ? ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കി, അത് യുദ്ധക്കളം പോലെ കിടക്കുക. കുറച്ച് കസേര അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്, ഒരു കസേര ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കസേര വീട് ഇടയ്ക്ക് മാറ്റാൻ ഒക്കത്തില്ല. അവിടെ ഒരു 1967 EMS ഗവൺമെന്റിന്റെ കാലത്ത് CH മുഹമ്മദ് ആയിരുന്നു സാംസ്കാരിക വിദ്യാഭ്യാസമന്ത്രി. അദ്ദേഹത്തിന്റെ കാലത്ത് പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്താണ് ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ചത്. ഇതിനുള്ള മറുപടി 3 ദിവസത്തിനു ശേഷം G. സുധാകരനെതിരെ പോലീസ് വിവാദ പ്രസംഗത്തിൽ കേസെടുത്തപ്പോഴാണ് H. സലാം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന തലക്കെട്ടോടെയായിരുന്നു സലാമിന്റെ സുധാകരനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്.
വിവരക്കേട് വിളിച്ചു പറയരുതെന്നും അനാവശ്യം പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ അറിയാത്തതുകൊണ്ടല്ലെന്നും അവശേഷിക്കുന്ന ബഹുമാനം കളയരുതെന്നും സലാം കുറിച്ചു. സലാമിന്റെ വിമർശനത്തിനെതിരെ ജി സുധാകരൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഒരു വിമർശനമല്ല, ഒരു ആക്ഷേപമാണ്. വിമർശനമൊക്കെ പറയാം. ഇപ്പോൾ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അതെന്താ പറയാം. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ പറയാമല്ലോ. അതല്ലല്ലോ പറഞ്ഞേക്കുന്നത്. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട്, മറ്റത് കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും എന്തേ പറയുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊള്ളുന്നതിൽ എന്തൊരു സന്തോഷമാണ്. സർക്കാർ ജി സുധാകരനെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MLAയുടെ പോസ്റ്റ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നുവെന്ന വിമർശനം കൂടി ഉയർന്നിരുന്നു. വലിയ അവമതിപ്പാണ് ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കിടയിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയത്. പിന്നാലെയാണ് സർക്കാരിനെതിരെയുള്ള സുധാകരന്റെ വിമർശനങ്ങളും സുധാകരനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള H സലാമിന്റെ പ്രതികരണങ്ങളുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ജില്ലയിലെ പാർട്ടി നേതൃത്വം തീരുമാനം കൈക്കൊള്ളുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈയെടുത്താണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നതും ശ്രദ്ധേയമാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നേതൃമാറ്റ വിവാദങ്ങൾക്കിടെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ KPCC നേതൃത്വം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെയാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഈ നീക്കം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന K സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംഘം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തലസ്ഥാനത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും സണ്ണി ജോസഫിനൊപ്പമുണ്ടായിരുന്നു. അടുത്ത ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ K സുധാകരൻ വീണ്ടും രൂക്ഷ പ്രതികരണം നടത്തിയാൽ പുതിയ നേതൃത്വത്തിനത് തലവേദനയായി മാറുമെന്ന പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. അതേസമയം പാർട്ടി പുനഃസംഘടന പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനാണ് സുധാകരൻ തന്റെ അനുകൂലികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. DCC അധ്യക്ഷന്മാരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കില്ലെന്ന് ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് സുധാകരൻ പക്ഷത്തിന്റെ തീരുമാനം. KPCCയിലെ മാറ്റം വരുത്തുന്ന പദവികളിലേക്കും K സുധാകരൻ പേരുകൾ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. അതേസമയം സുധാകരന് മുമ്പിൽ കൂടുതൽ വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് എതിർചേരി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായാൽ നേതൃത്വത്തിനത് പിന്നീട് തലവേദനയായി മാറുമെന്നാണ് മറുചേരിയുടെ വാദം. അതിനിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ VM സുധീരനുമായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ വിഭജനം പൂർത്തിയായി. സംസ്ഥാനത്ത് 1375 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ പുതുതായി വരും. ഇതോടെ ആകെ പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം 17,337 ആയി. 941 പഞ്ചായത്തുകളിലായാണ് ഇത്രയും വാർഡുകൾ. ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡ് വിഭജനം അന്തിമമാക്കി ഈ മാസം അവസാനം വിജ്ഞാപനം ഇറങ്ങും. ഡിസംബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കേണ്ടത്. വാർത്തകളിൽ നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുന്നു. നമ്മൾ സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട തുമ്പമൺ സ്വദേശി ജോസ് തോമസിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ചേട്ടൻ ഫിലിപ്പ് തോമസും ഭാര്യ ഗീതവും കുടുംബവുമാണ് ജോസിന് ആശംസകൾ അറിയിക്കുന്നത്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കൊട്ടാരക്കര സ്വദേശി മിഥുന്റെ പിറന്നാളാണിന്ന്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികൻ കൂടിയാണ് മിഥുൻ. മിഥുന് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് 18 അറിയിക്കുകയും നമുക്കൊന്നിച്ച്
ആ ആഘോഷത്തിൻ്റെ സന്തോഷം പങ്കിടുകയും ചെയ്യാം. നമുക്ക് മറ്റ് വാർത്തകളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ പതിവ് പോലെ പോലീസ് പെട്രോളിൻ്റെ സമയമാണ്. പോലീസ് പെട്രോൾ കാണാം.